ലൈവിൽ നടന്നുകൊണ്ടിരുന്നത് അപ്സരയുടെ ഒരു പ്രകടനമായിരുന്നു. അപ്പൊ അപ്സരയ്ക്കായിരുന്നു ഇന്ന് മോർണിംഗ് ടാസ്ക് ചെയ്യാൻ കിട്ടിയിട്ടുണ്ടായിരുന്നത്. അന്യനായിട്ടും റെമോ ആയിട്ടും അമ്പിയായിട്ടൊക്കെ ആക്ട് ചെയ്യാനായിരുന്നു അപ്സരയ്ക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത്. ക്യാരക്ടർ സ്വിച്ച് ചെയ്ത് പെർഫോം ചെയ്യാനുള്ളത്. അപ്സര അപ്പൊ അത് അടിപൊളിയായിട്ട് തന്നെ പെർഫോം ചെയ്തു എന്ന് വേണം പറയാൻ. അമ്പിയായിട്ടും അന്യനായിട്ടും റെമോ ആയിട്ടൊക്കെ അപ്സര തകർത്തിട്ടുണ്ട്. അവിടെയുള്ള കാര്യങ്ങളെയൊക്കെ വെച്ചിട്ട് ഓരോരുത്തരെ ട്രിഗർ ചെയ്യാനൊക്കെ നോക്കിയിട്ടുണ്ടായിരുന്നു. റസ്മിനെയൊക്കെ ശരിക്കും പേടിപ്പിച്ചു അപ്സര. അതുപോലെ തന്നെ ജിൻഡോയോട് പില്ലോയുടെ ഒക്കെ കേസ് പറഞ്ഞിട്ട് എല്ലാ പില്ലോയും റിജക്ട് ചെയ്തില്ല എന്നൊക്കെ പറഞ്ഞ് പേടിപ്പിച്ചു. കഴിഞ്ഞ് പെട്ടെന്ന് തന്നെ ചെന്നിട്ട് അയ്യോ ടാസ്ക് ആട്ടോ എന്നൊക്കെ പറഞ്ഞ് സോറി ഒക്കെ പറയും. അതുപോലെ തന്നെ റൊമാൻസ് ഒക്കെ അഭിഷേക് ശ്രീകുമാറിനോട് കാണിക്കുന്നുണ്ടായിരുന്നു. എല്ലാവരും നന്നായിട്ട് തന്നെ സഹകരിക്കുകയും ചെയ്തു. അതുപോലെ തന്നെ ജാസ്മിനെ ഒക്കെ നന്നായിട്ട് തന്നെ പേടിപ്പിക്കുകയൊക്കെ ചെയ്തു. ജാസ്മിൻ ശരിക്കും പേടിച്ചു എന്നൊക്കെ പുള്ളിക്കാരി പറയുന്നുണ്ടായിരുന്നു. അങ്ങനെ അപ്സര അടിപൊളിയായിട്ട് തന്നെയായിരുന്നു അത് പെർഫോം ചെയ്തിട്ടുണ്ടായിരുന്നത്. ലൈവില് പിന്നെ അപ്സരയുടെ അമ്മയാണ് വരാൻ പോകുന്നത്. പിന്നെ ജിൻഡോയും സായും സിജോയും ഇരുന്ന് വർത്താനം പറയുന്നുണ്ട്. അപ്പൊ ജിൻഡോ പറയുന്നത് ജിൻഡോയ്ക്ക് ഈ ആഴ്ച കൂടി ക്യാപ്റ്റൻ ആവണം എന്നുള്ളതാണ്. അപ്പൊ സിജോ പറയുന്നത് ഈ ആഴ്ച കഴിഞ്ഞിട്ട് അടുത്ത ആഴ്ച മതിയോ എന്നുള്ളതാണ്. ഈ ആഴ്ച ഇപ്പൊ നന്ദനെ ആക്കുവാണെങ്കിൽ നന്ദന എന്തായാലും ഈ ആഴ്ച എവിറ്റ് ആവാൻ പാടില്ല, ആഴ്ച നന്ദന ഇവിടെ നിൽക്കണം എന്നൊക്കെയാണ് അവർ പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ജിൻഡോയ്ക്ക് പക്ഷെ ജിൻഡോ എന്തായാലും ഈ ആഴ്ച ക്യാപ്റ്റൻ ആവണം എന്ന് തന്നെയാണ് ജിൻഡോ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ജിൻഡോ അപ്പൊ അത് സമ്മതിക്കുന്നില്ല. സിജോയ്ക്കാണെങ്കിൽ നന്ദനേനെ ഈ ആഴ്ച പുറത്താക്കാനും പറ്റില്ല. അങ്ങനെയൊക്കെയാണ് അവർ പ്ലാൻ ചെയ്യുന്നത്.